ചക്കക്കുരു കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വേഗം പോയി വീഡിയോ കണ്ടിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. നമുക്ക് ഗ്യാസിലോ അല്ലെങ്കിൽ അടുപ്പിൽ വെച്ചിട്ടോ വറുത്തെടുക്കുക. ഒരു 10-15 മിനിറ്റെങ്കിലും നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ. എന്നാലും നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. പിന്നെ പൊട്ടിത്തെറിക്കാതെ പ്രത്യേകം സൂക്ഷിക്കണേ. ഇതാ നന്നായിട്ട് എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു 15 മിനിറ്റെങ്കിലും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നന്നായിട്ട് കുക്കായിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് വറ്റൽമുളക് വേണം, തേങ്ങ വേണം, ചെറിയുള്ളി വേണം, ഉപ്പ്, പുളി. ഇത്രമാത്രം ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ നമുക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ആദ്യം തന്നെ നമുക്ക് ചക്കക്കുരുവും വറ്റൽമുളക് ഞാൻ കനലിലിട്ടൊന്ന് ചുട്ടെടുത്തതാണ് കേട്ടോ. നമുക്ക് പാനിലിട്ട് ഫ്രൈ ചെയ്ത് എടുത്താലും മതി. വറ്റൽമുളകും ചെറിയുള്ളിയും ഉപ്പും കുറച്ച് പുളിയും കൂടി ഇട്ടിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. തേങ്ങ ഞാനിപ്പോൾ ഇടാത്തത്, തേങ്ങ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അരഞ്ഞു പോകും തേങ്ങ. അപ്പോൾ തേങ്ങ നന്നായിട്ട് അരയണം എന്നുള്ളവർക്ക് എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് അരച്ചെടുത്താൽ മതി. പക്ഷേ എനിക്ക് തേങ്ങ കുറച്ച് അത്ര അരയാത്തതാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ തേങ്ങ രണ്ടാമത് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് ആദ്യം പൊടിച്ചെടുത്തതിന് ശേഷം തേങ്ങയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു ചമ്മന്തി റെഡിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.